ക്വസ്റ്റ്യൻ നമ്പർ 20. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 20 ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് ആൽക്കഹോൾ ഫിനോൾ ഈതർ എന്നുള്ള ചാപ്റ്ററിലുള്ള ഭാഗമാണ്. ഈതേഴ്സിന്റെ റിയാക്ഷൻസിലുള്ള വരുന്ന ഭാഗമാണ് ഈ ചോദ്യം കേട്ടോ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് വിത്ത് HBr വിൽ ഗീവ് ഫിനോൾ? മക്കളെ, കാരണം ഇത് നിങ്ങൾ ക്ലാസ്സിൽ കുറേ തവണ കേട്ട ക്വസ്റ്റ്യൻ ആണ്, ക്ലാസ്സിൽ ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു കേസിൽ നിങ്ങൾക്ക് അറിയാം ഒരു ഈതറിന്റെ റിയാക്ഷൻ എങ്ങനെ. ഈതർ എന്ന് വെച്ചാൽ കാർബൺ ഓക്സിജൻ കാർബൺ ബോണ്ട് ഉള്ളവരാ. അപ്പൊ ഇവിടെ ഏതെങ്കിലും കാർബൺ ഓക്സിജൻ ബോണ്ട് പൊട്ടും. അപ്പൊ ഇത് പൊട്ടാം, ഇതും പൊട്ടാം. ഈ കേസിൽ മക്കളെ ഈ ബോണ്ട് ഇതും കാർബൺ ഓക്സിജൻ, ഇതും കാർബൺ ഓക്സിജൻ, ഇതിൽ ഏത് ബോണ്ടാ പൊട്ടുക? ഈ ബോണ്ട് ഒരിക്കലും പൊട്ടൂല. കാരണം ഓക്സിജന്റെ ലോൺ പെയർ ഇങ്ങോട്ട് ഡീലോക്കലൈസ്ഡ് അല്ലേ. ഇത് പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ആയതുകൊണ്ട് ഈ ബോണ്ട് ഒരിക്കലും പൊട്ടൂല. അപ്പൊ ഈ ബോണ്ട് എവിടെ പൊട്ടുള്ളൂ മക്കളെ? ഓക്സിജനും കാർബൺ ബോണ്ടും പൊട്ടുകയാണെങ്കിൽ ആരാ മോർ ഇലക്ട്രോ നെഗറ്റീവ്? ഓക്സിജൻ അല്ലേ. അപ്പൊ ഓക്സിജൻ ആണ് എന്ത് കിട്ടുക? ഒരു നെഗറ്റീവ് ചാർജ് കിട്ടുക. അപ്പൊ ഈ O നെഗറ്റീവിലോട്ട് HBrലുള്ള H+ വന്നാൽ ഈ ബോണ്ടേ പൊട്ടുള്ളൂ. ബോണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഓക്സിജൻ കാർബൺ ബോണ്ട് പൊട്ടിൽ എന്തായാലും ഓക്സിജന്റെ അടുത്തോട്ടാണ് പൊതുവെ ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്യുക. കാരണം ഓക്സിജൻ ഇസ് മോർ ഇലക്ട്രോ നെഗറ്റീവ്. അപ്പൊ ആ O- ആര് വരും? H+ വന്നാൽ എനിക്ക് ആര് കിട്ടും? ഫിനോൾ കിട്ടും. അപ്പൊ ഫിനോൾ കിട്ടുന്ന റിയാക്ഷൻ ഏതാ? ഓപ്ഷൻ 2 HBr ആഡ് ചെയ്താലാണ് എന്ത് കിട്ടുക? ഫിനോൾ കിട്ടുക. ഓപ്ഷൻ 2 മാർക്ക് ചെയ്യാം.